ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അനധികൃത പണം കണ്ടെത്തിയ സംഭവത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച സംഘം പരിശോധന ആരംഭിച്ചു. പരിശോധന നടത്തുന്നത് 3 അംഗ സംഘമാണ്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ബൽറാം, ഇപ്പോൾ ജഡ്ജിയുടെ വീട്ടിലാണോ പരിശോധന? എങ്ങനെയാണ് പരിശോധനാ ക്രമങ്ങൾ, നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്? സുഹേൽ, ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ സമിതിയുടെ അന്വേഷണം നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ തന്നെ സമിതി ഈ അന്വേഷണ നടപടികൾ ആരംഭിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി ഇന്ന് ഈ പണം കണ്ടെത്തിയ സ്ഥലം ഈ 3 അംഗ അന്വേഷണ സമിതി സന്ദർശിച്ചു. ഈ സ്ഥലത്ത് തീപിടുത്തമുണ്ടായ സ്ഥലത്തുൾപ്പെടെ പരിശോധന നടത്തി. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് GS സന്താവാലിയ, കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അനു ശിവരാമൻ എന്നിവരടങ്ങുന്നതാണ് ഈ 3 അംഗ സമിതി. നേരത്തെ ഈ പോലീസിന്റെ റിപ്പോർട്ട്, അതിൽ മൊഴികൾ, ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ, തീയണയ്ക്കാൻ എത്തിയ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ മൊഴികൾ ഉൾപ്പെടെ ചേർത്തുള്ള റിപ്പോർട്ടാണ് പോലീസ് നേരത്തെ സമർപ്പിച്ചത്. ആ റിപ്പോർട്ടാണ് 3 അംഗ അന്വേഷണ സമിതിക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കൈമാറിയത്. എന്നാൽ അതിനപ്പുറത്തേക്ക് നേരിട്ട് തന്നെ സ്ഥലത്തെത്തി ഈ സ്ഥലം പരിശോധിച്ചു ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സമിതിയുടെ സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്നുള്ളത്. തുടർന്ന് ഇവിടെയുള്ള ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴി ആവശ്യമെങ്കിൽ രേഖപ്പെടുത്തും എന്നാണ് ഈ സമിതിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് സമിതി ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ FIR ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതുള്ള വിമർശനങ്ങൾ ഉയരുകയും നിയമപരമായ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം. അന്വേഷണത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ഈ ജഡ്ജിയുടെ വസതിയിലെ ജീവനക്കാർ, ജഡ്ജിയുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവരുടെ മൊബൈൽ ഫോൺ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുകയും അത് വിശദമായി തന്നെ വിദഗ്ധ സംഘത്തെ ഉപയോഗിച്ച് പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് സമിതി. അതിന്റെ ഭാഗമായി കൂടിയാണ് നേരിട്ടെത്തി ഈ സ്ഥലം സന്ദർശിച്ചിരിക്കുന്നത്. തീപിടുത്തത്തിന് പിന്നാലെ ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കൂടുതലായി പണം കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷന്റെ അന്വേഷണം നടക്കുന്നത്. അവിടെ വീട്ടിലാണ് പരിശോധന നടത്തുന്നത്.